ബഹുമാനപ്പെട്ട ഡൊമിനിക് വുഡ്സ് കൂടിയിൽ അച്ഛന്റെ കാർമ്മികത്വത്തിൽ നടന്ന ഈസ്റ്റർ ദിനത്തിൽ കർമ്മങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാപ്പി ഈസ്റ്റർ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീരാം ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ,
പരിശുദ്ധൻ നീ പരിശുദ്ധൻ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം പരിശുദ്ധൻ നീയെന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗത്തിൻ്റെതുപോലുലകിൽ നിശ്ചിതം നിറവേറണമേ ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തൃഷ്ണാവിന്റെ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും ശ്രദ്ധാഭാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവിതത്തെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയുടെയും കൂരിട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക. അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിഡിയായിലെയും എഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ശോഭായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമായ വിധം അവ എന്റെ ബലിപീഠത്തിൽ വരും. എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. രണ്ടാം വായന. സാമുവേൽ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന. 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ താഴെ അക്ഷരിക്കണമേ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തളരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അറിയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാളങ്കയാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ഭൂമിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവകാശികളാക്കുന്നു. ഭൂമിയിലെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്ന ഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിരിക്കും. തന്റെ രാജാവിന് ശക്തി കൊടുക്കും, തന്റെ അഭിഷിക്തന്റെ ശിരസ് ഉയരുമാറാകും.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും നീ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മൂന്നാം വായന. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 6-ാം അധ്യായം 23 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിച്ചാലും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമർത്ഥമാക്കാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവരോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടി മരിച്ചുവെങ്കിൽ അവനോട് കൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹന്മാർ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. കൃത്യത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കും. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന് അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന് അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശദീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുമേ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശദീകരണവും അതിന്റെ അവസാനം നിത്യജീവനമാണ്. പാപത്തിന്റെ വേദന മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനം. Oh
വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 28 തിരുവചനങ്ങൾ 1 മുതൽ 6 വരെ. സാപത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശമൂഹ്യരും സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽപ്പെടൽ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം അവർക്കാർ വിറപ്പോട്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മിശിഹ മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്തു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിന് സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായിക്കും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായിക്കും അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായിക്കും ഞങ്ങളുടെ പിതാവുമാരുടെ കുര്യോസ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും രക്ഷിക്കുകയും അവർ കേൾപ്പിക്കുന്ന സഭകളെ സമാധാനത്തിൽ നയിക്കുകയും ശക്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെയും സച്ചാനമാരെയും മറ്റു ശുശ്രൂഷകളെയും സത്യവിശ്വാസികളെയും പ്രേക്ഷിതരംഗിൽ സേവനം ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശുദ്ധി രാജാവായി മിശിഹ രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും മുഖങ്ങളും പൂർണ്ണമായി വ്യക്തമാക്കപ്പെടുന്ന യുഗാന്ത്യത്തിലെ ആ പൊതു ഉയർപ്പിൽ ആഹ്ലാദികത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവിടെ നിന്റെ അവകാശത്തെ പങ്കുചേരുന്നതിനും ഈ വഴിയായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തെയും ഇന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും നിന്റെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ. സകലത്തിന്റെയും നാഥ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിൽ ആനന്ദിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഉദിതനായ മിശിഹായുടെ ഉയർപ്പ് തിരുനാളിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിക്കുകയാണ്. തിരുനാളുകളുടെ തിരുനാളായ സഭയുടെ ഏറ്റവും വലിയ തിരുനാളായ ഉയർപ്പ് തിരുനാളിൽ
നാം ഓരോരുത്തരും എത്തി നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായുടെ സ്നേഹവും ശാന്തിയും സമാധാനവും നമ്മൾ അനുഭവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വത്തിന്റെ ഉടമകളാണ് ഞാനും നിങ്ങളും നാം എല്ലാവരും. ഇന്ന് സാധാരണ വിശുദ്ധ കുർബാനയിൽ കാണാത്ത രീതിയിലുള്ള തിരുക്കർമ്മങ്ങളുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ജനങ്ങളെ സഭാമക്കളെ ആശീർവദിക്കുന്നത് ഒരു തവണ മാത്രമേ ഉള്ളൂ അവസാനം. പക്ഷെ ഉയർപ്പിന്റെ ഈ തിരുക്കർമ്മങ്ങൾ ഇതോടുകൂടെ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പായിട്ടാണ് ഒരാശീർവാദം നമുക്കെല്ലാം ലഭിക്കുക. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: ഉയർപ്പ് തിരുനാളിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. നമ്മള് വിശുദ്ധന്മാരുടെയൊക്കെ കബറിടം സന്ദർശിക്കുന്നവരാണ്. അൽഫോൻസാമയുടെ കബറിടം നമ്മളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. ഇനിയും ചിലരൊക്കെ പല പുണ്യസ്ഥലങ്ങളിൽ പോയി വിശുദ്ധന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ കബറിടത്തിൽ തൊട്ട് വണങ്ങി അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് രോഗശാന്തികൾ നേടിയിട്ടുണ്ട്. ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ രാജ്യമകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഒരു കബറിടത്തിന്റെ മുകളിലാണ്. നമ്മുടെ രാഷ്ട്രപിതാവിനായ ഗാന്ധിജിയുടെ സമാധിയിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ടാകും. ഇവിടെ എല്ലാം കാണുന്നത് കല്ലറകളിൽ സമാധിയായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ ആദ്യമായി തുറന്നു വയ്ക്കപ്പെട്ട കല്ലറയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഉയർപ്പ് തിരുനാള്. ലോക ചരിത്രത്തിൽ ഇന്നു വരെ ഒരു കബറിടം തുറക്കപ്പെട്ടിട്ടില്ല. അത് എന്നും അടച്ച് വെക്കുന്ന കബറിടങ്ങളാണ്. പക്ഷേ യേശുവിന്റെ ശവക്കല്ലറ എന്ന് പറയുന്നത്, കല്ലറ എന്ന് പറയുന്നത് അത് തുറന്നു വെച്ചതിന്റെ ഓർമ്മയാണ്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജെറൂസലേമിൽ വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, യേശു കിടന്നിരുന്ന സ്ഥലം എന്ന് പറഞ്ഞ് അത് തുറന്ന് വെച്ചിരിക്കുകയാണ്. പറഞ്ഞു വന്നതിൽ ചുരുക്കം ഇതാണ്: ലോക ചരിത്രത്തിൽ പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി നമുക്ക് ഓരോരുത്തർക്കും പുതുജീവൻ നൽകിയ യേശുവിന്റെ ഉയർപ്പ് തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാള് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 3 വർഷം കൂടെ കൊണ്ട് നടന്നവൻ, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചവൻ, 5 അപ്പം കൊണ്ട് 5000 പോറ്റിയവൻ, രോഗികൾക്കും പാപികൾക്കും ബലഹീനർക്കും ആശ്വാസം നൽകിയവൻ, അവന്റെ മരണത്തിൽ ആഹ്ലാദിക്കുന്ന ഒരു രാഷ്ട്രത്തെ കാണാം, ഭരണാധികാരികളെ കാണാം, മത നേതാക്കന്മാരെ കാണാം. സ്വാഭാവികമായി ശിഷ്യന്മാരും പേടിച്ചു പോയി. അവരൊരു പക്ഷേ നിരാശപ്പെട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും, ഭൂരിഭാഗം ശിഷ്യന്മാരും മീൻ പിടിക്കുന്നവരാണ്. 3 വർഷത്തേക്ക് ഇവരുടെ മീൻമലകളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നശിച്ചു പോയിരിക്കും. അവരും അങ്കലാപ്പിലാണ്, വേദനയിലാണ്, നിരാസത്തിലാണ്. ഈ നിരാസത്തിന്റെ മേഖലകളിലേക്കാണ് മഗ്ദലേന മറിയം ഇന്ന് യാത്ര ചെയ്യുന്നത്. ശനിയാഴ്ച മൂകമായി നിന്നിരുന്ന ആ സ്ഥലത്തേക്ക് മഗ്ദലേന മറിയവും വേറൊരു മറിയവും കൂടെ യാത്ര ചെയ്യുകയും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം, ആ സത്യം നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ എല്ലാ വേദനകളുടെ മേഖലകളിലും യേശുവിന്റെ ഉയർപ്പ് സാധ്യമാണ് എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഈ ഉയർപ്പ് തിരുനാളില് മഗ്ദലേന മറിയത്തെ പോലെ യേശുവിന്റെ കബറിടത്തിനരികേക്ക് പോകാൻ ഒരു സന്നദ്ധത നമുക്ക് വേണം. ഈ സന്നദ്ധതയാണ് നീണ്ട 50 ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അനുതാപത്തിലും അനുരഞ്ജനത്തിലും പൂർത്തിയാക്കപ്പെട്ട നമ്മുടെ ജീവിതം. ഈ പള്ളി അൾത്താരയിൽ
അതിന്റെ പരിസരങ്ങളുമെല്ലാം മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ ദേവാലയം എപ്രകാരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ഈ നീണ്ട 50 ദിവസങ്ങൾ ഒരുക്കത്തിന്റെയും ആഘോഷത്തിന്റെയുമായ എല്ലാ കാര്യങ്ങളിലൂടെയും ദൈവത്തിന്റെ സുഹൃത്തുക്കളെ തേടി ദൈവത്തിന്റെ കുരിശിന്റെ വഴിയിലുള്ള തീർത്ഥയാത്രയിലൂടെ നമ്മളും അലങ്കരിക്കപ്പെട്ട ദേവാലയങ്ങളായി തീർന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഉയിർപ്പ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുക. മഗ്ദലന മറിയത്തെ പോലെ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവർക്ക് മാത്രമേ ഉയിർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. പത്രോസ് മറ്റു ശിഷ്യന്മാര് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന് അനുഭവ വ്യക്തമാക്കിയതുപോലെ ഇന്ന് ഈ ഉയിർപ്പ് തിരുനാളിൽ നമ്മുടെ മേഖലകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് ഉയിർപ്പ് തിരുനാള് മറ്റുള്ളവർക്ക് ബോധ്യമാക്കി തീർത്തു കൊടുക്കണം, അനുഭവം വ്യക്തമാക്കി തീർത്തു കൊടുക്കണം. അതാണ് ഉയിർപ്പ് തിരുനാള് ഈ 2022 ആണ്ടിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഉയിർപ്പ് തിരുനാള് ഒരു സ്ത്രീയെ, പാപിനിയായ സ്ത്രീയെ അവിടെ കൊണ്ടുപോകുന്നു. എല്ലാവരും കൂടെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു ചോദിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും പോയി. യേശു പറഞ്ഞു വെച്ചു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉയിർപ്പ് തിരുനാള് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പുതുജീവിതത്തിലേക്കുള്ള ഉയിർപ്പ് തിരുനാള് തന്റെ പാപത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിവെച്ച് യേശുവിന്റെ പിന്നെ അനുയാത്ര ചെയ്യാനുള്ള ഉയിർപ്പ് തിരുനാള് അവിടെ കൊണ്ടാടുകയാണ്. അതുപോലെ തന്നെ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കൈവൂസിനോട് ഇന്ന് നിന്റെ ഭവനത്തിൽ എനിക്ക് താമസിക്കണം. സക്കൈവൂസ് ഈശോയെ പ്രതി എല്ലാം മറ്റുള്ളവരുമായി പങ്കുവച്ചു. ഉയിർപ്പ് തിരുനാളിന്റെ ആഘോഷം സക്കൈവൂസിൽ തുടങ്ങുകയായി. വാത്സല്യമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കർത്താവിന്റെ പൊതുജീവൻ കൊടുക്കുന്നുവോ അവിടെയാണ് ഇന്നത്തെ ഉയിർപ്പ് തിരുനാളിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. വേദനയില്ലാതെ ഒരു ജീവൻ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതല്ലേ ഈശോ പാടുപീഡകളേറ്റ് മരിച്ച് വേദനയുടെ അങ്ങേയറ്റം വരെ പോയി ഉയിർപ്പ് തിരുനാളിലേക്ക് കടന്നു എന്ന് പുതുജീവൻ നൽകുകയാണ് ചെയ്തത്. നമ്മൾ ഓരോരുത്തരും യേശുവിനെ കാണണമെങ്കിൽ, യേശുവിനെ മനസ്സിലാക്കണമെങ്കിൽ പത്രോസും ബാക്കിയുള്ളവരും ചെയ്യുന്നതുപോലെ ആ കല്ലറയിൽ ചെന്ന് നോക്കണം, ആ കല്ലറയിലേക്ക് ഒന്ന് ഇറങ്ങണം. അവിടെ ഇറങ്ങി യേശു അവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ ആ വലിയ മഹത്വം ദർശിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വേദനയുടെ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്റെ സഹോദരന്മാർക്ക് ജീവൻ കൊടുക്കുവാൻ എനിക്ക് സാധിക്കും. അങ്ങനെ ജീവൻ കൊടുക്കുന്ന ദിവസമാകട്ടെ ഇന്ന്. കർത്താവ് നമുക്കെല്ലാം പുതിയ ജീവൻ നൽകിയതുപോലെ എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ ജീവിത പങ്കാളിക്ക്, ഞാനുമായി ബന്ധപ്പെടുന്നവർക്ക് ഒരു പുതിയ ജീവന്റെ കണിക പകർന്നു കൊടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഉയിർപ്പ് തിരുനാള് അനുഭവ വേദ്യമായി തീരും. ഇല്ലായെങ്കിൽ ഈശോയെ വീണ്ടും നമ്മള് കല്ലറയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന കല്ലറയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, എന്റെ ഭവനത്തിലേക്കും എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെ വേദനിപ്പിച്ചവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഉയർത്തെഴുന്നേറ്റ വീശുക നിന്റെ ജീവിതത്തിലൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഈ ഉയിർപ്പ് തിരുനാൾ എന്ന് പറയുന്നത് എന്റെ അനന്തര ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ, എനിക്കുണ്ടാകുന്ന വേദനകളിൽ, എനിക്കുണ്ടാകുന്ന നിരാശകളിൽ യേശുവിന്റെ ഉയർപ്പ് സാധ്യമാക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ ഉയർപ്പ് തിരുനാള് നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥമുണ്ടായി. ഈ ഒരു വലിയ സ്നേഹത്തിലേക്ക്, സമാധാനത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാം. അങ്ങനെ തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാള് നമുക്ക് അനുഭവം എത്തിമാക്കാം. എന്റെ ജീവിത പങ്കാളിയോടെ ഒന്നുകൂടി ഒന്ന് സ്നേഹിച്ച് എന്റെ ജീവിത പങ്കാളിയുടെ കുറവുകളെ മനസ്സിലാക്കി ഞാൻ കടന്നു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധ നിന്നെ അനുഗ്രഹിക്കും. ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റവരായി തീരുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ പഴയകാല ജീവിതത്തിൽ നിന്നും പഴയകാല ചിന്തകളിൽ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കൃപയാണ് ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ പഴയതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധ പഴയ പോലെ ആയിരുന്നില്ല. പഞ്ചക്ഷതങ്ങൾ തമ്പുരാൻ ഉണ്ടായിരുന്നു. തമ്പുരാൻ എപ്പോഴും നമ്മളെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നത് ആണിപ്പഴുതുകളുള്ള കൈകൾ വെച്ചാണ്. ആണിപ്പഴുതുകളുടെ കൈകളിൽ വെച്ച് നമ്മയും തന്റെ ആണിപ്പഴുതുകളിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുക. ഇതുപോലെ തന്നെ എന്നെ വേദനിപ്പിക്കുന്നവരുടെ ആണിപ്പഴുതുകളിലേക്ക് എന്റെ കരങ്ങളെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് ഉയർപ്പ് തിരുനാൾ എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായി തീരുക. എന്നെ വേദനിപ്പിക്കുന്നവരെ നോക്കി അവരുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയും കരുത്തും ഞാൻ ആർജിക്കുമ്പോഴാണ് ഇന്നത്തെ ഉയർപ്പ് തിരുനാൾ ധന്യമായി തീരുക. ഈ ഉയർപ്പ് തിരുനാൾ ധന്യതയുടെയും ജീവൻ കൊടുക്കുന്നതിൻ്റെതുമാകട്ടെ. അങ്ങനെ പുതുജീവൻ കൊടുത്ത് യേശുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ ആ സാന്നിധ്യവും ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ സമാധാനവും ആശ്വാസവും നമുക്ക് പരസ്പരം പകർന്നു കൊടുക്കണം. അങ്ങനെ പരസ്പരം പകർന്നു കൊടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആണിപ്പഴുതുകളുള്ള തമ്പുരാന്റെ കരങ്ങളാണ് ആശ്വാസം തരുന്നത്. നമുക്ക് വേദനകൾ ഉണ്ടാകും. വേദനകളില്ലാതെ ഒരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. വേദനിക്കാതെ ജീവൻ പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. എന്തോരം വേദനിക്കുന്നു, എന്തോരം വിഷമിക്കുന്നു, എന്തോരം നമ്മൾ നിഷ്കാസിതരാകുന്നു, അത്രയും ജീവൻ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ജീവൻ കൊടുക്കുന്ന, ജീവനെ സ്നേഹിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ഈ ഉയർപ്പ് തിരുനാൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമാക്കണം. എന്റെ വേദനകളിൽ എന്നെ വേദനിപ്പിച്ചവരെ ചേർന്ന് നിർത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ സമാധാനം കൊടുക്കുമ്പോഴാണ് ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറമുള്ള ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക. അങ്ങനെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയുമായ ഈ ആണ്ടിലെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തീർത്തുകൊണ്ട്, അനുഭവവേദ്യമാക്കി തീർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ സമാധാനം, ശാന്തി നമുക്ക് പരസ്പരം കൈമാറാം. ദൈവം അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പുത്രനായ മിശിഹായുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിൽ വളരുവാനും ഉദ്ധാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കുവാനും ആത്മീയങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവൻ വിശുദ്ധമായ ഉദ്ധാനത്താൽ നവജീവൻ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ജീവദായകമായ ഈ രഹസ്യങ്ങളാൽ സമൃദ്ധരാക്കപ്പെട്ടവരെ അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഈസ്റ്റർ എഗ് എന്നുള്ളത് ഒരു യൂറോപ്യൻ കൾച്ചറാണ്. അവര് ഈസ്റ്റർ എഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അവര് ഒരാഴ്ച മുമ്പേ അവരുടെ വീടുകളിലേക്ക്, മറ്റു വീടുകളിലേക്ക് ഒക്കെ ഇത് കൊടുക്കും. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മുട്ട എപ്പോഴും പുതുജീവൻ നൽകുന്ന ഒരു അനുഭവമാണ്. ആ ഒരു അനുഭവത്തെ യാഥാർത്ഥ്യമാക്കി തീർത്തുകൊണ്ടാണ് മിശിഹായുടെ ഉയർപ്പുമായിട്ട് അവരതിനെ ക്ലബ് ചെയ്തു. അങ്ങനെ ഈസ്റ്റർ എഗ് കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഇപ്പോഴുള്ള ഈസ്റ്റർ വിഷിങ്സിൽ മുട്ടയുടെ പടം കാണും, പക്ഷെ ഈശോയുടെ പടം കാണുകയില്ല. ഞാൻ പറയുന്ന ആ ഒരു കൾച്ചറാണ് ഇതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഈസ്റ്റർ എഗ് കഴിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തികളായി ഇന്ന് നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് പോകണം.
പുതിയ വ്യക്തികളായിട്ട് പലർക്കും ഒന്നും ഇഷ്ടപ്പെടുകയാണെന്ന് അറിയാം. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് സാരമില്ല. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വ്യക്തികളായിട്ട് ഇന്ന് മനോഹരമായിട്ട് ഈ മുട്ടയും കഴിച്ച് അവിടെയുള്ള കാപ്പിയൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. ആ മാറ്റമാണ് ഇന്ന് തമ്പുരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഉദ്ധിതനായ മിശിഹായുടെ ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും പറഞ്ഞ ഹാപ്പി ഈസ്റ്റർ. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇത് കൈയൊക്കെ മാസ്ക് ഒക്കെ കഴിച്ചോ, മാസ്ക് ഒക്കെ കഴിച്ചേ എന്ന് ചിരിച്ചെന്ന് ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ. എല്ലാരും ഒന്ന് പറഞ്ഞോ. തൊണ്ട് ബോക്സിലേക്ക് ഇടാനെന്ന് പറയുന്നത്. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും കൈയടിച്ചോ. ഇന്ന് നമ്മുടെ ദിവസമാണ്. ഓക്കെ, വളരെ മനോഹരമായിട്ട് നമ്മുടെ യുവജനങ്ങൾ ഇത്തരം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ചായയൊക്കെ തേച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച് നമ്മുടെ ഈ കാര്യങ്ങൾ മുട്ടയോട് സ്പോൺസർ ചെയ്തതെല്ലാം നമ്മുടെ യുവജനങ്ങളാണ്. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഒരു കാര്യം, ഈ മുട്ട ഇപ്പോൾ ഇവിടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം കൈക്കാരന്മാർക്കും സിസ്റ്റേഴ്സിനും ഈ മുട്ടകൾ നൽകിക്കൊണ്ട് ഞാൻ ഈ ഇടവകയുടെ എല്ലാവർക്കും കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ട് കൊടുക്കുകയാണ്. വാ, വേഗം കയറി വാ, മധുര വാ, വേഗം കയറി. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ആരും ഓരോ കൈ ഇത് കൊടുക്കാനുള്ളവരല്ലേ ഇനി കൊടുത്തു തുടങ്ങിക്കോ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും കൊടുത്തോ. ഇനി കയറി വാ, കയറി വന്ന് കൊടുക്കാം എല്ലാവർക്കും. ഹാപ്പി ഈസ്റ്റർ കേട്ടോ. യുവജനങ്ങൾ എന്ത് ഇവിടുത്തെ വന്ന് കൊടുക്കുകയാണ്. ഈ സൈഡിൽ എല്ലാവർക്കും കട്ടകാപ്പി ഉണ്ട് കേട്ടോ. അവിടെ കട്ടകാപ്പി വീട്ടിലുള്ളവർക്കൊക്കെ ആയിട്ട് പിന്നെ Yeah.